ശ്രീ കെ പി മോഹനൻ. സർ, കേരളത്തിലെ ടൂറിസം മേഖലയിലെ അപകടങ്ങൾ കുറക്കുന്നതിന് വേണ്ടി ലൈഫ് ഗാർഡുകൾ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട് സർ. അവരുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനും കൂടുതൽ ബീച്ചുകളിലും ജലാശയങ്ങളിലും ടൂറിസം വ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ ലൈഫ് ഗാർഡുമാരെ നിയമിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കും സർ. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മലനാട് റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി മയ്യഴിപ്പുഴയിൽ പാത്തിക്കൽ, മോന്താൽ, കരിയാട്, പെരിങ്ങത്തൂർ എന്നിവിടങ്ങളിലെ ബോട്ട് ടെർമിനലുകളിലും സുരക്ഷാ ഗാർഡുമാരെ നിയമിക്കുന്നതിനോടൊപ്പം ഇന്നലെ ഞാൻ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലെ ബലിതർപ്പണ കടവിൽ പോകാൻ ഇടയായി സർ. അവിടുന്നും അവിടെ ബഹുമാനപ്പെട്ട അവിടുത്തെ അംഗം കുറുക്കോളി മൊയ്തീൻ നിവേദനം നൽകിയതായിട്ട് അറിഞ്ഞു. ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന്. സർ, ലൈഫ് ഗാർഡുകൾ വലിയൊരു പങ്കാണ് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എല്ലാ നിലയിലും വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ അർത്ഥത്തിൽ തന്നെ ടൂറിസം വകുപ്പ് കാണുന്നുണ്ട്. അവർക്ക് ആവശ്യമായ റെസ്റ്റിംഗ് ടെൻറ്റുകൾ വേണ്ടതുണ്ട് സർ. പല സ്ഥലത്ത് അവർക്ക് വിശ്രമിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായ റെസ്റ്റിംഗ് ടെൻറ്റുകൾ ആവശ്യമുണ്ട്. ലൈഫ് സേവിങ് അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് അതിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ടതുണ്ട്. പലയിടത്തും എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്നുള്ള പ്രശ്നങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി റെസ്റ്റിംഗ് ടെൻറ്റും ലൈഫ് സേവിങ് എക്യുപ്മെൻറ്റ്സും ലഭ്യമാക്കുന്നതിനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടു എന്നുള്ള വിവരം സഭയെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗാർഡുകളുടെ ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കാൻ ഈ സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ലൈഫ് ഗാർഡുകളുടെ എണ്ണം കൂടി വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുന്ന കാര്യവും ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.